കൊച്ചി നമുക്കെല്ലാം പ്രിയപ്പെട്ട നഗരമാണല്ലോ. കേരളത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വന്നു പോകാറുണ്ട്. ഇങ്ങനെയുള്ള കൊച്ചി നഗരത്തിന്റെ ഹൃദയം ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റില എന്ന് പറയേണ്ടി വരും. തെക്കൻ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ പ്രദേശമാണിത്. വൈറ്റില ജംഗ്ഷൻ കേരളത്തിലെ ഏറ്റവും വലിയ കവലയാണ്. ഈ നോഡ് സംസ്ഥാനത്തിന്റെ പ്രധാന റോഡുകളായ കൊച്ചി ബൈപ്പാസ്, എസ്.എ. റോഡ്, വൈറ്റിലപേട്ട റോഡ്, തമ്മനം റോഡ് എന്നിവയുമായി ബന്ധിപ്പിക്കുന്നു. ഒരു കാലത്ത് വൈറ്റില പരമ്പരാഗതമായി നെൽവയലുകളും തെങ്ങിൻ തോട്ടങ്ങളും കായലുകളും നിറഞ്ഞ ഒരു ഗ്രാമപ്രദേശമായിരുന്നു. പ്രാദേശിക സമ്പദ്വ്യവസ്ഥ പ്രധാനമായും കൃഷിയെയും മത്സ്യബന്ധനത്തെയുമാണ് ആശ്രയിച്ചിരുന്നത്. നെൽപ്പാടത്തിന്റെ പ്രധാന ഭാഗം എന്നർത്ഥം വരുന്ന വയൽ തല എന്ന വാക്കിൽ നിന്നാണ് വൈറ്റില എന്ന പേര് പരിണമിച്ചതെന്ന് പറയപ്പെടുന്നു. ഒരു കാലത്ത് ഏലംകുളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നെൽവയലുകളും നെൽകൃഷിയുമായിരുന്നു പ്രധാന വരുമാന മാർഗം. എറണാകുളം, ഗിരിനഗർ, പനമ്പിള്ളിനഗർ, ഗാന്ധിനഗർ, ജവഹർ നഗർ, കുമാരനാശാൻ നഗർ തുടങ്ങി കണിയാമ്പുഴ പനംകുറ്റി പാലം വരെ നീണ്ടുകിടക്കുന്ന നെൽപ്പാടം. വേമ്പനാട് കായലിനോട് ചേർന്നുള്ള ഇതിന്റെ സ്ഥാനവും പ്രധാന റോഡുകളുടെ ഒത്തുചേരലും ഇതിനെ മുൻകാലങ്ങളിൽ പ്രധാനപ്പെട്ടതും എന്നാൽ അവികസിതവുമായ പ്രദേശമാക്കി മാറ്റി. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കൊച്ചി വികസിച്ചതോടെ ഈ പ്രദേശം വികസനം കാണാൻ തുടങ്ങി. നഗരത്തിന്റെ വളർച്ച വൈറ്റിലയിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനും കാരണമായി. വൈറ്റിലയുടെ സാന്നിധ്യം സൗകര്യങ്ങളുടെയും അടിസ്ഥാന ഘടകങ്ങളുടെയും ഒരു ഹബ്ബായി പരിണമിച്ചിരിക്കുകയാണ്. അത്യാധുനിക ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തുടങ്ങിയവ ഇവിടെ എളുപ്പത്തിൽ ലഭ്യമാണ്. ഈ സൗകര്യങ്ങൾ നഗരം കൂടുതൽ ആത്മവിശ്വാസത്തോടെ വികസിക്കാൻ സഹായിക്കുന്നു. വൈറ്റില ജംഗ്ഷൻ സാമൂഹിക സാംസ്കാരിക രംഗത്തും ശ്രദ്ധേയമാണ്. നഗരത്തിന്റെ എല്ലാ പ്രായങ്ങളിലുള്ളവർക്കും ഗുണമേന്മയുള്ള സൗകര്യങ്ങൾ നൽകുന്നതിനുള്ള ശ്രമങ്ങൾ വൈറ്റിലയിലെ ജീവസാന്നിധ്യത്തിന് പുതുവൈഭവം ചേർക്കുന്നു. വിനോദസഞ്ചാരികൾക്കും പ്രാദേശികർക്കും സമാനമായ ആകർഷണ കേന്ദ്രമാണ് വൈറ്റില. ഇത് കൊച്ചിയുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ഇവിടത്തെ ജനജീവിതം ഉത്സവങ്ങളുടെ നിറങ്ങളാൽ സമ്പന്നമാണ്. ഓണം, ക്രിസ്മസ് മുതലായ പ്രാദേശിക ഉത്സവങ്ങളിൽ വൈറ്റിലയിലെ വ്യാപാര കേന്ദ്രങ്ങൾ ജനക്കൂട്ടങ്ങൾ നിറഞ്ഞതായി കാണാം. തീരദേശ സൗന്ദര്യവും പരിസര പ്രദേശങ്ങളിലേക്കുള്ള എളുപ്പമായ ആക്സസ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ അതിവേഗമായ വികസനത്തിന്റെയും സാന്നിധ്യം വൈറ്റിലയെ കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നാക്കി മാറ്റുന്നു. നഗരജീവിതത്തിനും താമസത്തിനും യാത്രയ്ക്കും വേണ്ടി മികച്ച അന്തരീക്ഷവും സൗകര്യങ്ങളും വൈറ്റില വാഗ്ദാനം ചെയ്യുന്നു. വൈറ്റില കേരളത്തിലെ പ്രധാന മൊബിലിറ്റി ഹബ്ബിനും ആതിഥേയത്വം വഹിക്കുന്നു. വൈറ്റില മൊബിലിറ്റി ഹബ്ബിന്റെ പ്രധാന ലക്ഷ്യം കൊച്ചിയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകുകയാണെന്ന് പറയാം. ജനസാന്ദ്രതയും വാഹന ഗതാഗതവും വർദ്ധിച്ചുവരുന്ന നഗരത്തിൽ പൊതുഗതാഗത സംവിധാനം കൂടുതൽ സുതാര്യമാക്കുകയാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ഇത് നഗരത്തിലേക്കുള്ള ഉപരിതല ഗതാഗതത്തിന്റെ വിവിധ മാർഗങ്ങളായ പ്രാദേശിക ദീർഘദൂര ബസുകൾ, റെയിൽ, മെട്രോ റെയിൽ, ഉൾനാടൻ ജലഗതാഗതം ഒരു നോഡിലേക്ക് സംയോജിപ്പിക്കുന്നു. വൈറ്റില ഇന്റർസെക്ഷന്റെ വടക്കുകിഴക്കായി കണിയാമ്പുഴ റോഡിനും പൂണിത്തുറ വില്ലേജ് ഓഫീസിനും ഇടയിലാണ് മൊബിലിറ്റി ഹബ് സ്ഥിതി ചെയ്യുന്നത്. വൈറ്റിലയിലെ മൊബിലിറ്റി ഹബിനുള്ള സൈറ്റ് എല്ലാ റൂട്ടുകളുമായും നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. തൃശൂർ, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നീ അയൽ ജില്ലകളുമായി ബന്ധിപ്പിക്കുന്ന നഗരത്തിന്റെ നോഡാണ് വൈറ്റില. എല്ലാ ഇന്റർസിറ്റി, ഇൻട്രാസിറ്റി റോഡുകളുടെയും മീറ്റിംഗ് പോയിന്റായി ഇത് പ്രവർത്തിക്കുന്നു. ഹബ് യാത്രക്കാരുടെ അനായാസ അനുഭവത്തിനായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്മാർട്ട് ടിക്കറ്റിംഗ് സംവിധാനങ്ങൾ, വിവരം നൽകുന്ന ഡിജിറ്റൽ ബോർഡുകൾ, ആധുനിക യാത്രാ സൗകര്യങ്ങൾ എന്നിവ യാത്രക്കാർക്ക് ഉപയോഗപ്രദമായി മാറുന്നു. യാത്രാവേളയിൽ വിശ്രമം നൽകുന്നതിനായി വെയിറ്റിംഗ് ഏരിയകൾ, ഫുഡ് കോർട്ടുകൾ, സാനിറ്റേഷൻ സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും സജീവമായ സംഭാവന നൽകുന്നു. മാത്രമല്ല ധാരാളം ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുകയും വ്യാപാര പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. യാത്രക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്ന കടകളും സ്ഥാപനങ്ങളും പ്രദേശത്തെ വ്യാപാര പ്രാധാന്യം വർദ്ധിപ്പിച്ചു.
വൈറ്റില മൊബിലിറ്റി ഹബ് ഒരു പരിസ്ഥിതി സൗഹൃദ പദ്ധതിയാണ്. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഹബ് മലിനീകരണം കുറയ്ക്കുന്നതിനും കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. സോളാർ പാനലുകൾ, മഴവെള്ള ശേഖരണം, മാലിന്യ നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയുടെ ഉപയോഗം ഹബ്ബിന് ഗ്രീൻ ഇനിഷ്യേറ്റീവ് ആക്കി മാറ്റുന്നു. വൈറ്റില മൊബിലിറ്റി ഹബ് ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള കൊച്ചി മെട്രോയുടെ ലൈൻ 1ലെ വൈറ്റില സ്റ്റേഷന്റെ അടുത്താണ് നിലകൊള്ളുന്നത്. ഓരോ 8 മിനിറ്റിലും ഇവിടെ നിന്നും സർവീസ് ഉണ്ട്. വൈറ്റില മൊബിലിറ്റി ഹബ് റോഡിലൂടെ 160 മീറ്റർ നടന്നു വേണം മെട്രോ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ. ഇതിനോട് ചേർന്നു തന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ കൊച്ചി വാട്ടർ മെട്രോയുമായും ഈ ഹബ്ബിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു. മൊബിലിറ്റി ഹബ്ബിന്റെ കിഴക്ക് ഭാഗത്തു 70 മീറ്റർ മാറിയാണ് വൈറ്റില വാട്ടർ മെട്രോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട് ഭാഗത്തേക്കാണ് ഇവിടെ നിന്നും പ്രധാന സർവീസ് ഉള്ളത്. ഭാവിയിൽ ഏകദേശം 121 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതികളാണ് 2 ഘട്ടങ്ങളിലായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. 175 ബസ്സുകളും 2000 മുതൽ 6000 വരെ കാറുകളും 2000 മുതൽ 10000 വരെ ഇരുചക്രവാഹനങ്ങളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പദ്ധതിയിലുണ്ടാകും. ഹബ്ബിന്റെ കിഴക്ക് ഭാഗത്ത് 3 ബോട്ട് ജെട്ടികളും ഗ്രീൻ സോണും സ്ഥാപിക്കും. ടെർമിനലിനെ വൈറ്റില ജംഗ്ഷന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ബന്ധിപ്പിക്കുന്നതിന് എയർ കണ്ടീഷൻ ചെയ്ത ട്യൂബും പദ്ധതിയിട്ടിട്ടുണ്ട്. ഹബ്ബിലെ ബസ് ടെർമിനലിൽ യാത്രക്കാർക്ക് എളുപ്പത്തിൽ ഇറങ്ങി നഗരത്തിലേക്ക് പ്രവേശിക്കാൻ ഇന്റർസിറ്റി ബസ്, ഓട്ടോ, ഫെറി, ടാക്സി അല്ലെങ്കിൽ മെട്രോ ട്രെയിൻ പോലുള്ള മാസ് ട്രാൻസിറ്റ് സിസ്റ്റം ഉപയോഗിക്കാം. ലോകോത്തര ഷോപ്പിംഗ് മാൾ, ഫുഡ് കോർട്ടുകൾ, കൾച്ചറൽ സെന്റർ, ഹെൽത്ത് ക്ലബ്, ഹോട്ടൽ, സ്വിമ്മിംഗ് പൂൾ എന്നിവയ്ക്ക് 1,50,000 ചതുരശ്ര മീറ്റർ വിസ്തീർണം കണക്കാക്കിയിട്ടുണ്ട്. വൈറ്റില ഹബ് ഗതാഗത മേഖലയിലെ ഒരു വിപ്ലവാത്മക ആശയം മാത്രമല്ല, ഒരു സാമ്പത്തിക സാംസ്കാരിക പുരോഗതിയുടെ ചിഹ്നവുമാണ്. കൊച്ചി നഗരത്തിനും യാത്രക്കാരുടെയും പരിസ്ഥിതിയുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഈ പദ്ധതി ഒരു മാതൃകാപരമായ വികസന സംഭവം തന്നെയാണ്. ഇവിടെയുള്ള മറ്റൊരു പ്രധാന ആകർഷണമാണ് രാമകൃഷ്ണ മഠം. സ്വാമി വിവേകാനന്ദന്റെ നേതൃത്വത്തിലുള്ള രാമകൃഷ്ണ പരമഹംസരുടെ സന്യാസി ശിഷ്യന്മാരാണ് ഇതിന്റെ സ്ഥാപകർ. രാമകൃഷ്ണാശ്രമത്തിന്റെ മതപരമായ പ്രവർത്തനങ്ങളിൽ സത്സംഗവും ആരതിയും ഉൾപ്പെടുന്നു. സത്സംഗത്തിൽ സാമുദായിക പ്രാർത്ഥനകൾ, പാട്ടുകൾ, ആചാരങ്ങൾ, പ്രഭാഷണങ്ങൾ, വായന, ധ്യാനം എന്നിവയുമുണ്ട്. ഒരു വിശുദ്ധ വ്യക്തിയുടെ പ്രതിമകൾക്ക് മുന്നിൽ ആചാരപരമായ വിളക്കുകൾ തെളിക്കുന്നത് ആരതിയുടെ ഭാഗമാണ്. ഇത് ദിവസത്തിൽ 2 തവണ നടത്തുന്നു. കൂടാതെ ആത്മീയ പ്രവർത്തനങ്ങൾ, ആയുർവേദ ചികിത്സകൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയും ഇവിടെ നടത്തപ്പെടുന്നു. ഇത് നൽകുന്ന സേവനങ്ങൾ ജാതിയോ മതമോ ഭാഷയോ പരിഗണിക്കാതെ എല്ലാവർക്കും ലഭ്യമാണ്. വൈറ്റിലക്കടുത്തു സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ മലയാള കത്തോലിക്ക ദേവാലയമാണ് തൈക്കുടംപള്ളി. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഈ ദൈവാലയം ആരംഭിച്ചത്. 1900-ൽ വൈറ്റിലക്കടുത്തുള്ള തൈക്കുടം ഗ്രാമത്തിൽ ചെറിയൊരു കപ്പേളയായി ആരംഭിച്ച ഈ ദേവാലയം പിന്നീട് വിശാലമായ ഒരു പള്ളിയുടെ രൂപം കൈക്കൊണ്ടു. ആദ്യം ചെറിയ ഒരു പ്രാർത്ഥനാമുറിയായി തുടങ്ങിയതിന്റെ പിന്നാലെ പ്രദേശവാസികളുടെ അനുകൂല്യത്തോടെ ഇത് മികച്ച രീതിയിൽ വികസിച്ചു. 1970കളിൽ കൂടുതൽ മനോഹരവും വിശാലവുമായ ഒരു ദേവാലയമായി മാറി. തൈക്കുടം പള്ളിയിൽ പ്രാർത്ഥനകൾക്കൊപ്പം നിരവധി സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഡെക്കാത്ലോൺ കൊച്ചി നഗരത്തിലെ തന്നെ ഒരു മികച്ച സ്പോർട്സ് ഷോറൂമാണ്. ഫുട്ബോൾ, ക്രിക്കറ്റ്, സൈക്ലിംഗ്, ജോഗിംഗ് എന്നിവ ഉൾപ്പെടെ എല്ലാ പ്രധാന കായിക പ്രവർത്തനങ്ങൾക്കായി ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ്. വലുതും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യങ്ങളും സൗഹൃദപരമായ സേവനങ്ങളും സ്റ്റോറിന്റെ പ്രത്യേകതകളാണ്. നഗരത്തിന്റെ വളർച്ചയും സമഗ്ര ഗതാഗത സംവിധാനവും ഒരുമിച്ചു കൂടിയ ഒരു ഉജ്ജ്വല ഉദാഹരണമാണ് വൈറ്റില. ഇത് സുസ്ഥിര ഗതാഗത സംവിധാനം എങ്ങനെ ജീവിതത്തിന്റെ ഭാഗമാകാമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ഇനിയും ഇവിടെ സന്ദർശിക്കാത്തവർ ഇത് അനുഭവിച്ച് തിരിച്ചറിയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.